ഹലോ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ ഒരു ദിവസം എനിക്ക് എങ്ങനെയൊക്കെ ആയിരുന്നു നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആദ്യം മറക്കണ്ട. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതായത് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്ന് വെച്ചാൽ എനിക്ക് സാധാരണ സ്ഥിരമായിട്ട് ഇതുപോലെ തന്നെയാണ് കേട്ടോ. ഒരാൾ ചായ ഉണ്ടാക്കുക, ചോറുണ്ടാക്കുക, ആ ഒരു രീതിക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനോ കാര്യങ്ങളോ വേറെ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പം ഞാൻ ഒരു രീതിയിലാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്ന് ഞാനാണ് കേട്ടോ അടുക്കളയിൽ, അതായത് കൂടെ മൂത്തച്ചി ഉണ്ട്. അപ്പോൾ ഓള് പുറത്തുള്ള പണി നോക്കും. അതായത് ഇപ്പോൾ ക്ലീനിങ്, അടിച്ചു തരാൻ, തുടക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരാൾ പുറത്താണെന്നുണ്ടെങ്കിൽ ഒരാൾ അടുക്കളയിൽ, ആ ഒരു ടൈം. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എനിക്ക് അടുക്കളയിൽ നിൽക്കേണ്ടിയിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ പൂരിയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ തന്നെ എണീറ്റിട്ട് പൂരി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ. കാരണം എനിക്ക് എന്താ പറയുക, രാവിലെ ക്ലാസ് ഉണ്ട്. സാധാരണ എനിക്ക് ഈവനിങ് ആണ് ക്ലാസ് വരുന്നത്. ചില ദിവസങ്ങളിൽ എനിക്ക് രാവിലെ ഉണ്ടാക്കും. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ വേഗം പണി നോക്കണം. മറ്റേതാവുമ്പോൾ ക്ലാസ് കഴിഞ്ഞ് എടുത്ത് വന്നാലും കുഴപ്പമില്ലല്ലോ. ഇത് രാവിലെ കടിയും കറി ആയാലേ എനിക്കും കൂടി കഴിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ. പൂരി ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതിന് നല്ല ചിക്കൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കറി ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പോളിംഗ് ആണ്. പിന്നെ ഏകദേശം ഒരു 7-8 മണിയൊക്കെ ആയപ്പോൾ 7 ആയപ്പോൾ തന്നെ ഉള്ള പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ടേനു. ആദ്യം കഴിച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പൂരി. അപ്പം അതിന് ഡിഷായിട്ട് വരുന്നത് എന്താ പറയുക, ബീഫാണ് കേട്ടോ. ബീഫ് ഇന്നലത്താണ്. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചപ്പോൾ നല്ലോണം തണുത്തിട്ടുണ്ടേനു. അപ്പം അതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കാം. ഈ ചപ്പാത്തിയും പൂരിയൊക്കെ ബീഫിന് നല്ല കോമ്പിനേഷൻ ആയിക്കാറില്ല. അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ചോറിന് വെള്ളം വെച്ചിരുന്നു കേട്ടോ. ആ ടൈം ആയപ്പോൾ വെള്ളം തിളച്ചപ്പോൾ ഞാൻ അരി ഇട്ട്. അപ്പോൾ ഏകദേശം ഒരു 8 മണി ആ ടൈം ആയിക്കാരം. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കുള്ളത് അരിഞ്ഞ് വെക്കാമെന്ന് വിചാരിച്ചു. നല്ലൊരു ചെനിച്ച കർമൂസ കിട്ടിയപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ഉപ്പേരി വെക്കാമല്ലോ. ഉപ്പേരി വെക്കാനും മുറിക്കാണ് കേട്ടോ. മുറിച്ച് വെച്ചാൽ എന്താ വന്നാൽ പിന്നെ അത് ഉണ്ടാക്കി വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അല്ലാണ്ട് പണിയൊന്നുമില്ലല്ലോ. അപ്പോൾ ഏതായാലും ഫ്രീ ആണ്. 8:30-8:45 ക്ലാസ് വരുന്നത്. ഒരു ചെനച്ച കർമൂസയ്ക്ക് ഒരു പച്ച കർമൂസയും കൂടി എടുത്തേക്കണം കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നല്ല രസം ഉണ്ടാവും. അപ്പോൾ ടൈം ഉണ്ടായപ്പോൾ ഞാൻ അത് കുക്കറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതായാലും ടൈം ഉണ്ടല്ലോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാൻ ബാക്കി പണിയും കൂടി നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും എടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഉള്ള പണി ഫിനിഷ് ചെയ്ത് കണ്ട് പോവാൻ നോക്കും. പിന്നെ വന്നിട്ടും ചെയ്യാലോ. പക്ഷെങ്കിൽ ഉള്ള പണി ചെയ്ത് തന്നപ്പോൾ തന്നെ എനിക്ക് നേരം വൈകിന് കേട്ടോ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാനും കൂടി ചാടിക്കാനും കൂടി നിന്നില്ല. ഞാൻ വേഗം പറഞ്ഞിട്ട് കണ്ട് വേഗം പോയി. അപ്പോഴത്തേന് പിന്നെ ഓരോണ്ട് എന്നെ ആക്കി തന്നത്. ഓട്ടോയിൽ പോകാനുള്ള ടൈമൊന്നും ഇല്ലേനു. പിന്നെ ക്ലാസ്സിലെത്തിയപ്പോഴാണെങ്കിൽ ഒറ്റ കുട്ടി വന്നിട്ടില്ലായിരുന്നു. 9 മണിയായിട്ടും 8:45 ഒറ്റ കുട്ടി വന്നിട്ടില്ല. പിന്നെ 9 മണിയായപ്പോൾ പിന്നെ ക്ലാസ് എടുത്തു. പിന്നെ അവർക്കുള്ള വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ വീട്ടിലെത്തി. പിന്നെ ചായ അടിച്ച് അതൊക്കെ തന്നെ എന്നും നടക്കണ പോലെ തന്നെ. പിന്നെ മീൻ കിട്ടിയിരുന്നു കേട്ടോ. ഇറച്ചി ഉണ്ടായിരുന്നു. ഇറച്ചി നമുക്ക് വേണമെങ്കിൽ ഉച്ചക്കും മീൻ രാത്രിക്കൊക്കെ വേണമെങ്കിൽ കുഴച്ചേക്കാം. അപ്പോൾ പിന്നെ ഉച്ചക്കുള്ള കറി എന്ന് വെച്ചാൽ വെണ്ടക്ക കറിയാണ് കേട്ടോ. അപ്പോൾ വെണ്ടക്ക പിന്നെ അന്ന് അടുപ്പത്ത് വെച്ചാൽ നമുക്ക് ബാക്കിയൊക്കെ പണി കഴിഞ്ഞ് വരുമ്പോഴത്തിന് വെണ്ടക്കൻ്റെ മസാല വെന്തോളും. അപ്പോൾ പിന്നെ തക്കാളിയും അതൊക്കെ ഞാൻ എന്താ പറയുക, ഞങ്ങൾ അധികം അടുപ്പത്താണ് വെക്കൽ. അപ്പോൾ അതൊക്കെ അടുപ്പത്ത് വെച്ചുകൊണ്ട് ഞാൻ വേഗം തിരുമ്പാൻ പോയി. അപ്പോൾ ബാക്കി കാര്യങ്ങൾ എനിക്ക് ഇന്നത്തെ ഒരു കിച്ചൺ ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിന്നെ കിച്ചണിൽ വെച്ചുണ്ടാക്കുക അങ്ങനത്തെ പണികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. നിൻ്റെ തിരുമ്പണം അത്ര തന്നെ. അങ്ങനെ പിന്നെ ഞാൻ അത് അടുപ്പത്ത് വെച്ചുകൊണ്ട് തിരുമ്പാൻ പോയി. തിരുമ്പി കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ മീൻ മുറിക്കാൻ നിന്നാണ് കേട്ടോ. പിന്നെ മീൻ മുറിച്ചു. പിന്നെ അത് കുഴച്ച് വെച്ചു. ആ ഒരു ബാക്കി കാര്യങ്ങളും ഫിനിഷ് ചെയ്തു. നമ്മുടെ അടുക്കളയിൽ മാത്രം നിന്നാൽ മതിയല്ലോ. പിന്നെ രാവിലെ വെച്ചിട്ടുള്ള കർമൂസ തൂമ്പിക്കാനുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തന്നെ. പിന്നെ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കഴിഞ്ഞു. എന്താ പറയുക, സാധാരണ ഇതുപോലെ തന്നെ ഇന്ന് നടക്കൽ. രാവിലത്തെ ചായക്കടി ഉണ്ടാക്കും, ചാടിക്കും, ചോറൊക്കെ ഉണ്ടാക്കും, ചോറ് വയ്ക്കും, അതൊക്കെ തന്നെ. പിന്നെ പോയി എന്താ പറയുക, കുളിച്ചു. പിന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയ സമയത്ത് എന്താ പറയുക, അതിൻ്റെ ഉള്ളിലേക്കാണ്ട് ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നു കേട്ടോ. പിന്നെ ആ ഒരു വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അതൊക്കെ തന്നെ എന്നും നടക്കുന്ന സംഭവം തന്നെ. പിന്നെ അത് കഴിഞ്ഞാണ്ട് 2 മണിയായപ്പോൾ എന്താ പറയുക, നിസ്കരിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരം ക്ലാസ്സിന് പോകാനുള്ള ഒരു ടൈമായിട്ടോ. പിന്നെ മാറ്റി വരുമ്പോഴത്തേന് എന്തായാലും 3 മണിയാകും. ഞാനിവിടെ മാമരത്തിൻ്റെ ഒരു
ഐലിനർ കേട്ടോ ഉപയോഗിക്കണത്. ഇതിൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നതാണ്. അവള് കാണുന്നുണ്ടോ അറിയില്ല വീഡിയോ. അവള് പറഞ്ഞിരുന്നു ഈ എങ്ങനെ കൺമശി ഇടല് എന്നുള്ളത് ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അവള് വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ അവൾക്കൊരു ഹെൽപ്ഫുൾ ആയിക്കോളും. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വരുന്നത്. പിന്നെ അപ്പോൾ ഏകദേശം ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. മാറ്റി ഒരുങ്ങിയൊക്കെ വരുമ്പോഴത്തേന് എന്തായാലും ടൈം ആകും. അപ്പം ലിനൂനെ അംഗനവാടിയിൽ നിന്ന് എടുത്തുകൊണ്ടാണ് ഞാൻ സാധാരണ പോവല്. അങ്ങനെ പിന്നെ ഒരു 6 മണിക്ക് ക്ലാസ് ചെയ്യും കേട്ടോ. ആ ക്ലാസ്സിൻ്റെ ഉള്ളിലുള്ള വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിരുന്നേ. ഞാൻ അതും വേണമെങ്കിൽ വീഡിയോ ആക്കാം. പിന്നെ ആര് കാണാനല്ലോ എൻ്റെ വീഡിയോ ഒക്കെ. ഏകദേശം ഒരു 100 സംതിങ് ഒക്കെ വ്യൂസ് എനിക്ക് ഈ വീഡിയോസിനൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എന്താണെന്നറിയില്ല. അപ്പോൾ എന്താ പറയുക, അങ്ങനെ പിന്നെ ഒരു 6 മണി ക്ലാസ് കഴിഞ്ഞ് ഒരു 6:30 ആയി. നടന്ന കേട്ടോ ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ വരല്. അങ്ങനെ 6:30ക്ക് വീട്ടിലെത്തി. പിന്നെ അവിടുത്തെ ഈ വൈകുന്നേരത്തെ കുളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്താ പറയുക, നിസ്കരിക്കണതിന് മുമ്പ് ലിനുക്ക് അംഗൻവാടിയിൽ എന്തെങ്കിലുമൊക്കെ ഹോംവർക്ക് കൊടുക്കും. അപ്പോൾ ആ ഹോംവർക്കൊക്കെ ചെയ്ത് കൊടുത്തുകൊണ്ട് ഞാൻ പിന്നെ നിസ്കരിച്ചടിക്കും. ഇനി എൻ്റെ കാര്യങ്ങൾ ഓത്ത് നിസ്കാരം അങ്ങനത്തെ ഒക്കെ ഒരു ഇശാവാങ് കൊടുക്കണ വരെ എന്താ പറയുക അതിന്മേൽ ഞാൻ നിൽക്കും. പിന്നെ ലിനുക്ക് എന്തെങ്കിലും പഠിപ്പിക്കാനോ പഠിച്ചാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓളയും കൂടി പഠിപ്പിക്കൂട്ടോ ആ ടൈമിൽ. പിന്നെ അതും കഴിഞ്ഞ് നിസ്കരിച്ചതിൻ്റെ ശേഷമാണ് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് ഇറങ്ങല്. അടുക്കളയിൽ കിച്ചൺ ഡ്യൂട്ടി ഉണ്ടാവും. പിന്നെ അന്ന് മൊത്തം ഞാൻ തന്നെ കഴിക്കാറും, രാത്രി ആയാലും അങ്ങനെയൊക്കെ കഴിക്കാണ്ട്. അപ്പോൾ ആ രാത്രികത്തെ ആ മീനും കൂടി എന്താണ് പൊരിച്ച് വെക്കാനുണ്ടേനു. ഈ മീനിൻ്റെ പേര് അറിയാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുന്നു കേട്ടോ. എത്ര പേരുണ്ടെന്ന് അറിയാലോ. ആരും കമൻ്റ് ഒന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം. എന്നാലും എൻ്റെ ഒരു ബുദ്ധിക്ക് പറഞ്ഞതാണ്. അങ്ങനെ പിന്നെ ഭക്ഷണമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ പറയുക ഉള്ള ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ടാകും. പിന്നെ ഇതൊക്കെ തന്നെ സാധാരണ എൻ്റെ ഒരു ഇക്കാരുടെ വീട്ടിലെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ സാധാരണ നടക്കുന്ന ഒരു പരിപാടികളെന്ന് വെച്ചാൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ പറയുക എത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്താ അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ, നല്ല എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് വരുത്താൻ പറ്റുള്ളൂ. പൊതുവെ എൻ്റെ വീഡിയോസിലൊന്നും അങ്ങനെ ഒരു എന്താ പറയുക ഒരു വ്യൂസോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്താണെന്നറിയില്ല. അപ്പോൾ എന്തായാലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക ചാനൽ സപ്പോർട്ട് ചെയ്യുക. എന്താ പറയുക കൂടെ തിരിച്ചും സപ്പോർട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ശരി, ബൈ.